പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. നൽകിയ മാനനഷ്ട കേസിൽ കോടതി നടപടികൾ സീരിയലിനേക്കാളും പതിയെയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. കേസിൽ കടകംപള്ളിയുടെ വാദം ജനുവരി 5-ന് പൂർത്തിയായി. എന്നാൽ എതിർവാദം പറയേണ്ട വി.ഡി. സതീശന്റെ അഭിഭാഷകൻ വാദം പറയാനോ തെളിവ് ഹാജരാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ജനുവരി 15 മുതൽ ഇന്നലെ വരെ 12 പ്രാവശ്യം അഡീഷണൽ സബ് കോടതി കേസ് വിചാരണയ്ക്കെടുത്തു. എന്നാൽ പ്രതിഭാഗം ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിയുകയാണ് ഉണ്ടായത്. തിങ്കളാഴ്ച വേറെ കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞാണ് കേസ് മാറ്റാൻ പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. ഇനി സമയം നീട്ടിത്തരാനാകില്ല എന്ന കർശന നിർദ്ദേശം നൽകിയ കോടതി കേസ് ബുധനാഴ്ചയിലേക്ക് മാറ്റി. കോടതി വിധി തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നാണ് കടകംപള്ളി വിഭാഗത്തിന്റെ വാദം. ശബരിമല സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ ഒരു രേഖയും ഹാജരാക്കാൻ വി.ഡി. സതീശന് ഇതുവരെ പറ്റിയിട്ടില്ല. സ്വർണമോഷണ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഏത് കോടീശ്വരനാണ് സ്വർണപ്പാളികൾ വിറ്റതെന്ന കാര്യം കടകംപള്ളിക്ക് അറിയാമെന്നുമായിരുന്നു വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത്. ഇതിനെതിരെയാണ് കടകംപള്ളി സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സതീശനെതിരെ മാനനഷ്ട കേസ് കൊടുത്തത്. സ്വർണപ്പാളികൾ കടകംപള്ളി മറിച്ചുവിറ്റെന്നോ അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ പറഞ്ഞിട്ടില്ലെന്ന് സതീശന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. മുൻപും മറുപടി വാദത്തിന് എതിർഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് പലതവണ മാറ്റിയിരുന്നു. ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്നാണ് സതീശൻ നിരത്തിയ വാദം. എന്നാൽ ഒരു കോടതി ഉത്തരവിലും കടകംപള്ളിക്കെതിരെ പരാമർശങ്ങളില്ലെന്ന് അഭിഭാഷകനും വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബർ 8-നാണ് സതീശൻ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഒക്ടോബർ 25-നാണ് കോടതിയെ സമീപിച്ചത്.